റോസ്റ്റ് കഴിക്കണം, ഞണ്ട് റോസ്റ്റ് കഴിക്കണം എന്നുള്ളത്. ഞാനായതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബൊക്കെ തുറന്നു നോക്കിയാൽ ഫസ്റ്റ് വരുന്നത് ഫുഡ് വീഡിയോസ് ആയിരിക്കും. അങ്ങനെ ഓൾമോസ്റ്റ് 2 ആഴ്ചത്തോളം മനുഷ്യനെ കറക്കി നമ്മുടെ കയ്യിലെത്തി നമ്മുടെ ക്രാബിനെ കിട്ടിയിരിക്കുകയാണ്. സാധനം കയ്യിൽ കിട്ടിയ ഉടനെ എന്താണ് അതിനെ കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നേരത്തെ സ്റ്റോക്ക് ആയിരുന്നു. ഓൾമോസ്റ്റ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട്. നേരെ നമ്മുടെ വീട്ടിലോട്ട് വന്നു. ഇനി നമ്മുടെ സാഹസം വീട്ടിൽ നിന്നാണ്. നേരെ വീട്ടിലോട്ട് ചെന്ന് അടുക്കളയിൽ പോയി നല്ല ഭംഗിയുള്ളൊരു പാൻ എടുത്തു. ആദ്യം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിലോട്ട് കുറച്ച് ഇഞ്ചി ചെറുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് വെള്ളുള്ളിയും 2-3 പച്ചമുളക് ഇട്ട് കൊടുത്തു. ശേഷം അതിലേക്ക് ഒരു 3 തക്കാളി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തു. തക്കാളി ഒന്ന് നല്ലപോലെ ഒന്ന് ഉടച്ച് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തത് വെളുത്തുള്ളി ചതച്ചതാണ്. പിന്നീട് നമ്മൾ ഇട്ട് കൊടുത്തത് പൊടികളായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി എന്നിവയാണ്. നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനിയാണ് നമ്മുടെ ഹീറോനെ ആഡ് ചെയ്യാൻ പോകുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ ഞണ്ടുംകുട്ടനെ ഇതിലേക്ക് ആഡ് ചെയ്തു. ശേഷം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിച്ചു. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അതിൻ്റെ കൂടെ ലേശം കറിവേപ്പിലയും കൂടെ മേലാകെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡിയായി. ഇനിയാണ് നമ്മുടെ ഊഴ അറിയണ്ടല്ലോ, നല്ല സ്വാദുണ്ടായിരുന്നു. ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇതുപോലുള്ള വീഡിയോസിനായി നമ്മളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും കാണാം.